ഇന്ന് നാം കാണുന്ന വരണ്ടുണങ്ങിയ ചുവന്ന ഗ്രഹമല്ലായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വ. നാസയുടെ പെർസീവിയറൻസ്, ക്യൂരിയോസിറ്റി എന്നീ റോവറുകൾ നൽകുന്ന സൂചനകൾ പ്രകാരം പണ്ട് ചൊവ്വയിൽ ഒഴുകുന്ന നദികളും വിശാലമായ തടാകങ്ങളും ഉണ്ടായിരുന്നു. ശാസ്ത്രലോകം പ്രധാനമായും ഉറ്റുനോക്കുന്നത് ചൊവ്വയിലെ ജസീറോ ക്രേറ്റർ എന്ന പഴയ നദീതടത്തിലേക്കാണ്. അവിടെ നിന്ന് ലഭിച്ച പാറകളിൽ ജൈവ തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനർത്ഥം അവിടെ ജീവനുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. സൗരവാതങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തെ തകർത്തതോടെയാണ് അവിടെയുണ്ടായിരുന്ന വെള്ളം നഷ്ടപ്പെട്ടത്. ഇന്നും ചൊവ്വയുടെ ഉപരിതലത്തിന് താഴെ മഞ്ഞു രൂപത്തിൽ ജലമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ പുരാതന തടാകങ്ങളിൽ എന്നെങ്കിലും സൂക്ഷ്മജീവികൾ വളർന്നിരുന്നോ? ആ രഹസ്യം തേടിയുള്ള യാത്രയിലാണ് മനുഷ്യൻ. ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ ആദ്യ തെളിവ് ലഭിക്കുക ഈ ചുവന്ന മണ്ണിൽ നിന്നാകാം. നമ്മുടെ പ്രപഞ്ചത്തിലെ ഇത്തരം നിഗൂഢതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.